അക്കൗണ്ട് പേയബിൾ, അക്കൗണ്ട്സ് പേയബിൾ AP പൂർണ്ണ വിവരങ്ങൾ. അക്കൗണ്ട് പേയബിൾ എന്നത് ഒരു ബിസിനസ് സാധനങ്ങളോ സേവനങ്ങളോ കടമായി വാങ്ങിയതിന് മറ്റുള്ളവർക്ക്, വിതരണക്കാർ, വെണ്ടർമാർ, സർവീസ് പ്രൊവൈഡർമാർ നൽകാനുള്ള തുകയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു കമ്പനിയുടെ സാമ്പത്തിക രേഖകളിൽ, പ്രത്യേകിച്ച് ബാലൻസ് ഷീറ്റിൽ, നിലവിലെ ബാധ്യതകൾ കറന്റ് ലയബിലിറ്റീസ് എന്ന വിഭാഗത്തിൽ വരുന്ന ഒരു പ്രധാന ഘടകമാണ്. കാരണം ഈ തുക സാധാരണയായി ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കേണ്ടതാണ്. അക്കൗണ്ട് പേയബിൾ എന്തിന്? വൈ അക്കൗണ്ട്സ് പേയബിൾ? കണക്കുകൾ സൂക്ഷിക്കാൻ ഒരു കമ്പനി എത്ര പണം ആർക്കൊക്കെ നൽകാനുണ്ട് എന്ന് വ്യക്തമായി അറിയാൻ സഹായിക്കുന്നു. സാമ്പത്തിക ആസൂത്രണം, ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, കമ്പനിയുടെ പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ നിയന്ത്രിക്കാനും എപ്പോൾ എത്ര തുക ആവശ്യമുണ്ടെന്ന് മുൻകൂട്ടി കാണാനും സഹായിക്കുന്നു. വിതരണക്കാരുമായുള്ള ബന്ധം, വെണ്ടർ റിലേഷൻസ്, കൃത്യസമയത്ത് പേയ്മെന്റുകൾ നടത്തി വിതരണക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. ഇത് ഭാവിയിലെ ഇടപാടുകൾക്ക് ഗുണകരമാണ്. നിയമപരമായ ബാധ്യതകൾ, ലീഗൽ കംപ്ലയൻസ്, നികുതി, ഓഡിറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി കൃത്യമായ രേഖകൾ സൂക്ഷിക്കാൻ അത്യാവശ്യമാണ്. അക്കൗണ്ട് പേയബിൾ പ്രവർത്തന പ്രവാഹം, അക്കൗണ്ട്സ് പേയബിൾ വർക്ക്ഫ്ലോ പ്രോസസ്. ഒരു സാധാരണ അക്കൗണ്ട് പേയബിൾ പ്രക്രിയ താഴെ പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 1. സാധനങ്ങൾ സേവനങ്ങൾ ലഭിക്കൽ, റിസീറ്റ് ഓഫ് ഗുഡ്സ്/സർവീസസ്. കമ്പനി വിതരണക്കാരിൽ നിന്ന് സാധനങ്ങളോ സേവനങ്ങളോ സ്വീകരിക്കുന്നു. 2. ഇൻവോയ്സ് ലഭിക്കൽ, റിസീറ്റ് ഓഫ് ഇൻവോയ്സ്. വിതരണക്കാർ സാധനങ്ങൾ സേവനങ്ങൾ നൽകിയതിനു ശേഷം ബിൽ അല്ലെങ്കിൽ ഇൻവോയ്സ് കമ്പനിക്ക് അയക്കുന്നു. 3. ഇൻവോയ്സ് പരിശോധിക്കൽ, ഇൻവോയ്സ് വെരിഫിക്കേഷൻ/മാച്ചിംഗ്. ഇത് AP പ്രക്രിയയിലെ ഒരു പ്രധാന ഘട്ടമാണ്. ലഭിച്ച ഇൻവോയ്സ് താഴെ പറയുന്ന രേഖകളുമായി ഒത്തുനോക്കുന്നു. പർച്ചേസ് ഓർഡർ PO. സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങാൻ കമ്പനി നൽകിയ ഔദ്യോഗിക ഓർഡർ. POയിൽ ഓർഡർ ചെയ്ത ഇനങ്ങൾ, അളവ്, വില എന്നിവയുണ്ടാകും. ഗുഡ്സ് റിസീവിംഗ് നോട്ട് ഡെലിവറി ചലാൻ, ഗുഡ്സ് റിസീവിംഗ് നോട്ട് GRN ബൈ ഡെലിവറി ചലൻ. സാധനങ്ങൾ ലഭിച്ചു എന്ന് സ്ഥിരീകരിക്കുന്ന രസീത്. കരാറുകൾ, കോൺട്രാക്ട്സ്, സേവനങ്ങൾ നൽകുന്നതിന് മുമ്പുള്ള കരാറുകൾ. ഈ 3 രേഖകളും ഇൻവോയ്സ്, PO, GRN ഒത്തുനോക്കി എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തുന്നു. ഇതിനെ 3-വേ മാച്ചിംഗ് എന്ന് പറയുന്നു. 4. ഇൻവോയ്സ് അംഗീകരിക്കൽ, ഇൻവോയ്സ് അപ്രൂവൽ. ഇൻവോയ്സ് ശരിയാണെന്ന് സ്ഥിരീകരിച്ച ശേഷം പേയ്മെന്റ് നടത്താനുള്ള അനുമതി നൽകുന്നു. ഇത് സാധാരണയായി ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളോ മാനേജർമാരോ ആണ് ചെയ്യുന്നത്. 5. അക്കൗണ്ടിംഗ് എൻട്രി. അക്കൗണ്ടിംഗ് എൻട്രി ഇൻവോയ്സ് അംഗീകരിച്ചാൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഒരു എൻട്രി രേഖപ്പെടുത്തുന്നു. ഇത് പ്രധാനമായും എക്സ്പെൻസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ചെലവ് വർദ്ധിക്കുന്നു. അക്കൗണ്ട് പേയബിൾ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും ബാധ്യത വർദ്ധിക്കുന്നു ചെയ്യുന്നു. ഉദാഹരണം, ഓഫീസ് ഫർണിച്ചർ കടമായി വാങ്ങിയാൽ ഡെബിറ്റ്, ഓഫീസ് ഫർണിച്ചർ എക്സ്പെൻസ്, ക്രെഡിറ്റ്. അക്കൗണ്ട്സ് പേയബിൾ. 6. പേയ്മെന്റ് ഷെഡ്യൂളിംഗ്. പേയ്മെന്റ് ചെയ്യേണ്ട തീയതി, ഡ്യൂ ഡേറ്റ് അനുസരിച്ച് ഇൻവോയ്സുകൾ തരംതിരിച്ച് പേയ്മെന്റ് ഷെഡ്യൂൾ ചെയ്യുന്നു. ഡിസ്കൗണ്ടുകൾ, ഉദാഹരണത്തിന് 2/10, നെറ്റ് 30 എന്ന പേയ്മെന്റ് ടേം, അതായത് 10 ദിവസത്തിനുള്ളിൽ അടച്ചാൽ 2% ഡിസ്കൗണ്ട്, അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ മുഴുവൻ തുകയും അടയ്ക്കണം. ലഭിക്കാൻ സാധ്യതയുള്ളവയ്ക്ക് മുൻഗണന നൽകാം. 7. പേയ്മെന്റ് നടത്തൽ, മേക്കിംഗ് പേയ്മെന്റ്. നിശ്ചിത തീയതിയിൽ വിതരണക്കാർക്ക് പണം നൽകുന്നു. ഇത് ബാങ്ക് ട്രാൻസ്ഫർ, ചെക്ക്, ഓൺലൈൻ പേയ്മെന്റ് തുടങ്ങിയ മാർഗങ്ങളിലൂടെയാവാം. 8. പേയ്മെന്റ് രേഖപ്പെടുത്തൽ, റെക്കോർഡിംഗ് പേയ്മെന്റ്. പേയ്മെന്റ് നടത്തിയ ശേഷം അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ ഈ ഇടപാട് രേഖപ്പെടുത്തുന്നു. ഇത് അക്കൗണ്ട് പേയബിൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുകയും ബാധ്യത കുറയുന്നു. ക്യാഷ് ബാങ്ക് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയും പണം കുറയുന്നു ചെയ്യുന്നു. ഉദാഹരണം, ഫർണിച്ചറിന്റെ തുക അടച്ചാൽ ഡെബിറ്റ്, അക്കൗണ്ട്സ് പേയബിൾ, ക്രെഡിറ്റ്. ക്യാഷ് ബാങ്ക്. അക്കൗണ്ട് പേയബിൾ റിപ്പോർട്ടുകൾ, അക്കൗണ്ട്സ് പേയബിൾ റിപ്പോർട്ട്സ്. അക്കൗണ്ട് പേയബിൾ വിഭാഗം തയ്യാറാക്കുന്ന പ്രധാന റിപ്പോർട്ടുകൾ ഇവയാണ്. അക്കൗണ്ട് പേയബിൾ ഏജിംഗ് റിപ്പോർട്ട്, അക്കൗണ്ട്സ് പേയബിൾ ഏജിംഗ് റിപ്പോർട്ട്. വിവിധ വിതരണക്കാർക്ക് എത്ര തുക നൽകാനുണ്ട്, എത്ര കാലമായി ആ തുക കുടിശ്ശികയാണ്. ഉദാഹരണത്തിന് 0 മുതൽ 30 വരെ ദിവസം, 31 മുതൽ 60 വരെ ദിവസം, 61 മുതൽ 90 വരെ ദിവസം, 90 ദിവസത്തിൽ കൂടുതൽ എന്ന് കാണിക്കുന്ന റിപ്പോർട്ട്. ഇത് കമ്പനിയുടെ പേയ്മെന്റ് ശീലങ്ങളെയും സാമ്പത്തിക സ്ഥിതിയെയും വിലയിരുത്താൻ സഹായിക്കുന്നു. വിതരണക്കാരന്റെ ലെഡ്ജർ, വെണ്ടർ ലെഡ്ജർ. ഓരോ വിതരണക്കാരുമായുള്ള എല്ലാ ഇടപാടുകളുടെയും ഇൻവോയ്സുകൾ, പേയ്മെന്റുകൾ, ക്രെഡിറ്റ് നോട്ടുകൾ, വിശദമായ രേഖ. പേയ്മെന്റ് ഹിസ്റ്ററി റിപ്പോർട്ട്. മുൻകാല പേയ്മെന്റുകളുടെ വിശദാംശങ്ങൾ. അക്കൗണ്ട് പേയബിളിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് അക്കൗണ്ട്സ് പേയബിൾ. സാമ്പത്തിക ആരോഗ്യം, ഫൈനാൻഷ്യൽ ഹെൽത്ത്. APയുടെ ശരിയായ മാനേജ്മെന്റ് കമ്പനിയുടെ പണത്തിന്റെ ഒഴുക്ക് ആരോഗ്യകരമായി നിലനിർത്താൻ സഹായിക്കുന്നു. നല്ല ബിസിനസ് ബന്ധങ്ങൾ, ഗുഡ് ബിസിനസ് റിലേഷൻഷിപ്സ്. സമയബന്ധിതമായ പേയ്മെന്റുകൾ വിതരണക്കാരുമായി നല്ല ബന്ധം ഉറപ്പാക്കുന്നു. ഇത് മികച്ച വിലപേശലുകൾക്കും ഭാവിയിലെ സഹകരണങ്ങൾക്കും വഴിയൊരുക്കും. പിഴകളും അധിക ചെലവുകളും ഒഴിവാക്കുന്നു. അവോയ്ഡിംഗ് പെനൽറ്റീസ് ആൻഡ് എക്സ്ട്രാ കോസ്റ്റ്സ്. വൈകിയുള്ള പേയ്മെന്റുകൾക്കുള്ള പിഴകളും ഡിസ്കൗണ്ടുകൾ നഷ്ടപ്പെടുന്നതും ഒഴിവാക്കാൻ സഹായിക്കുന്നു. തട്ടിപ്പുകൾ തടയുന്നു. ഫ്രോഡ് പ്രിവെൻഷൻ. ഇൻവോയ്സുകൾ കൃത്യമായി പരിശോധിക്കുന്നത് തട്ടിപ്പുകൾ തടയാൻ സഹായിക്കും. ചുരുക്കത്തിൽ, അക്കൗണ്ട് പേയബിൾ എന്നത് ഒരു കമ്പനിയുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ നട്ടെല്ലാണ്. ഇത് കമ്പനിയുടെ ബാധ്യതകൾ കൃത്യമായി കൈകാര്യം ചെയ്യാനും സാമ്പത്തിക കാര്യങ്ങൾ സുതാര്യമാക്കാനും സഹായിക്കുന്നു.